കഴിഞ്ഞ 2-3 മാസമായി ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് ഈ S25 Ultra. സാംസങ്ങിൻ്റെ S25 Ultra. നല്ല അടിപൊളി ഫോണാണ്. കാരണം വെറുതെ പറയുന്നില്ല, കാരണം കുറേ ഫോൺ ഉപയോഗിച്ചതിൽ ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ട ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഈ S25 Ultra. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. നല്ല ക്യാമറ ക്വാളിറ്റി, പെർഫോമൻസെല്ലാം അടിപൊളി, യാതൊരു ബഗ്സോ കാര്യമൊന്നും ഇല്ലാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ഇതുവരെ നൽകിയിട്ടുണ്ട് ഈ S25 Ultra. ഈ ഒരു 3 മാസത്തെ ഉപയോഗത്തിൻ്റെ ഒരു പെർഫോമൻസാണ് നിങ്ങൾ പറയുന്നത്. നല്ല അടിപൊളി ഫോൺ. സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചു കൊടുക്കുമ്പോൾ ഒരു മടുപ്പ് വരാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെ ഒരു മടുപ്പോ കാര്യമൊന്നും വന്നില്ല. നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റി. ഈ 3 മാസം ഒരു അടിപൊളി എന്താ പറയുക ഒരു പെർഫോമൻസ് ഈ ഒരു ഫോൺ നൽകിയിട്ടുണ്ട്. അതിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ്. ക്യാമറ ക്വാളിറ്റിയെല്ലാം അടിപൊളിയാണ്. നല്ല ക്യാമറ ക്വാളിറ്റി, നല്ല അടിപൊളി ക്വാളിറ്റി നൽകുന്നുണ്ട്. സാധാരണ ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു 1-2 മാസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കലുണ്ട് സാധാരണ. പക്ഷെ എനിക്കങ്ങനെ ഈ ഫോൺ എന്തോ അങ്ങനെ മാറ്റാൻ വേണ്ടി തോന്നിയില്ല. നന്നായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിലാണ് നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ആക്കുന്നത്. S Pen ഉണ്ട്. S Pen പിന്നെ അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. നമ്മളെ പോലത്തെ ആളൊന്നും അധികം ഉപയോഗിക്കുന്നില്ല S Pen. പിന്നെ അതിൽ ഡ്രോയിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് അത് ഒരു യൂസ്ഫുള്ളാണ്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഫോണിൽ ഉണ്ടാകുന്ന പോലത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പെർഫോമൻസ് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ആ ഒരു റേഞ്ചിൽ ഈ ഒരു ഫോണ് എന്തായാലും വർത്താണ്. സാധാരണ S25ൻ്റെ സാധാരണ S സീരീസിൽ ആ ഒരു പ്രീമിയം ലുക്ക് ഈ ഫോൺ നൽകുന്നുണ്ട്. ഒരു ബോക്സ് ടൈപ്പ് അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഫോണാണ്. 3 മാസമായി ഈ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയിലും അടിപൊളി സൂപ്പറാണ്. എല്ലാ വീഡിയോസിലും ഇതിലും തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കത് വാങ്ങാം, എന്തായാലും നഷ്ടം വരില്ല. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു അടിപൊളി ഫോണാണ്.